യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള അഖിൽ NRDയുടെ ഭാര്യ ഒരു ബസ് ജീവനക്കാരനൊപ്പം ഒളിച്ചോടിപ്പോയി. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വാർത്തയാണിത്. എന്തായാലും ഈ ഒരു വാർത്ത ഫേക്ക് ആണെന്നുള്ള രീതിയിൽ ഒത്തിരി വീഡിയോസൊക്കെ ഇന്നലെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് വന്നായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു ഫേക്ക് ആയിട്ടുള്ള വാർത്തയൊന്നുമല്ല, ഇത് സത്യം തന്നെയാണ്. അഖിൽ NRDയുടെ ഭാര്യ ഒരു ഈ പറയുന്ന ഒരു വ്യക്തിയുടെ ഒപ്പം ഒളിച്ചോടി പോയിട്ടുണ്ട്. ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ബസ്സിൽ ജീവനക്കാരനാണ്, എന്തോ കണ്ടക്ടറോ ഡ്രൈവറോ മറ്റോ ആണ്. അപ്പം എന്തായാലും ഒളിച്ചോടിപ്പോയി എന്നുള്ള വാർത്ത ഏകദേശം കൺഫേം ആണ്. ഈ പറയുന്ന പോലെ ഒത്തിരി വീഡിയോസ് കണ്ടായിരുന്നു ഈ ഒരു ന്യൂസ് ഫേക്ക് ആണ്, ഒരു ഫാമിലിയെ പറ്റി വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസൊക്കെ എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ഒത്തിരി കമൻസും ഈ പറയുന്ന പോലെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസും കണ്ടായിരുന്നു. പക്ഷെ എന്താണെങ്കിലും ഈ ഒരു കാര്യം സത്യം തന്നെയാണ്. ഇവരെല്ലാവരും നോക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അഖിലിൻ്റെ ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള മേഘയുടെയൊക്കെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൊക്കെ കയറിയിട്ട് ഒന്നിച്ചിട്ടിരിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാകും നോക്കും. അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ്. രണ്ടുപേരും തമ്മിൽ ബന്ധം ഉപേക്ഷിക്കുന്ന ഒരു വക്കിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ റിമൂവ് ചെയ്യുന്നത് ഒന്നിച്ച് ഇട്ടിരിക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് തന്നെ എല്ലാവരും കയറി ചെക്ക് ചെയ്തു. എല്ലാ വീഡിയോസും ഫോട്ടോസൊക്കെ ഇപ്പോഴും ഇരുവരുടെയും ഇൻസ്റ്റഗ്രാം ഐ ഡിയിലൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും വിചാരിച്ചു ഇത് ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. എന്തായാലും അഖിലും മേഘയും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒഫീഷ്യലി ആരോടും യാതൊന്നും മിണ്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു വാർത്ത സത്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മേഘയെ നമുക്ക് 100% കുറ്റം പറയാൻ സാധിക്കില്ല. അതായത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓൺലൈനിൽ ഇവർ രണ്ടുപേരും തമ്മിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ മേഘ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന പോലെ അഖിൽ NRDക്ക് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവനൊപ്പം ജീവിക്കാനായിട്ട് താല്പര്യമില്ല. ഞാൻ ഭാര്യയായിട്ടിരിക്കുമ്പോൾ മറ്റൊരു സ്ത്രീയുടെ ഒപ്പം പോകുന്നത് എനിക്കത്ര ഈ പറയുന്നതിലൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് അഖിൽ NRDക്കൊപ്പം ജീവിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബസ് ഓടിക്കുന്ന വ്യക്തിയുടെ ഒപ്പം ഇറങ്ങിപ്പോയിരിക്കുന്നത്. ബസ് ഓടിക്കുന്നത് ബസ് കണ്ടക്ടറോ എന്തൊക്കെയാണ്. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ഒപ്പം ഇറങ്ങിപ്പോയതിൻ്റെ റീസൺ ഇതാണ്. ഇപ്പം ഞാൻ ഈ ഒരു കേസിൽ മേഘയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ലീഗലായിട്ട് ബന്ധം ഉപേക്ഷിക്കുന്ന രീതിയിൽ ചെയ്യണം. അല്ലാതെ ഒരു ഫാമിലിയെ മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇറങ്ങിപ്പോകുന്ന അത്ര ശരിയായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. എന്താണെങ്കിലും ഇറങ്ങിപ്പോക്കിനെയോ ഒളിച്ചോട്ടത്തിനെയോ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല. ഈ ഒരു കേസിൽ അഖിൽ NRDയെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ന്യായീകരിക്കാൻ സാധിക്കില്ല. മേഘ ഭാര്യയായിട്ടുള്ളപ്പോൾ തന്നെ അഖിൽ ഈ പറയുന്ന പോലെ മറ്റു സ്ത്രീകളായിട്ട് ബന്ധം വെച്ചതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഈ പറയുന്ന മേഘയുടെ പക്കലുണ്ടെന്നും മേഘ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വ്യക്തിക്കൊപ്പം മേഘ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മേഘ ഇറങ്ങിപ്പോകുന്നതും മറ്റേ CCTV വിഷ്വലും ഈ ഒരു വ്യക്തി ഇറങ്ങിപ്പോയ വ്യക്തി ആരൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തായാലും ഈ പറയുന്ന പോലെ അയൽവക്കത്തുള്ള വീടുകളുടെയൊക്കെ വല്ല ക്യാമറ ഫുട്ടേജസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പറയുന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മേഘ അഖിൽ NRDയെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിക്കൊപ്പം ഇറങ്ങിപ്പോയി എന്നുള്ള കാര്യം അത് സത്യം തന്നെയാണ്. അഖിൽ NRDയെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്നുമില്ല. ഒരു പെണ്ണ് ഉള്ളപ്പോൾ മറ്റൊരു പരിപാടിക്ക് പോകുന്നത് അത് എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. പ്രത്യേകിച്ച് ഇത്രയും നാൾ പ്രേമിച്ച് കല്യാണം കഴിച്ചവർ. എന്തായാലും അഖിൽ NRD ഇപ്പോൾ യൂട്യൂബറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും മാത്രമല്ല, ഈ പറയുന്ന പോലെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു. മെയിൻ സ്ട്രീം ആയിട്ട് തന്നെ ഒരു നായക വേഷം എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലൊരു വേഷമൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിനിമയിൽ. സിനിമയുടെ പേര് ഞാൻ വിട്ടുപോയി. അതുപോലെ തന്നെ പുള്ളി ഒരു നേവി ഉദ്യോഗസ്ഥനൊക്കെയാണ്. ഈ അടുത്ത കാലത്താണ് നമ്മളിതൊക്കെ അറിയുന്നത്. അപ്പം എന്താണെങ്കിൽ തന്നെ പുള്ളിയുടെ പ്രൊഫഷണൽ രീതിയിലൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പരിപാടി അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. മേഘ ചെയ്തതും ശരിയായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്ന അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. മേഘക്കും അഖിലിനും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ പറയുന്ന മേഘക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനായിട്ടുള്ള എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്. പക്ഷെ അതൊരു ഫാമിലിയെ സമൂഹത്തിന് മുന്നിൽ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തിട്ടാവരുത്. അത് തെറ്റാണെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്